രാത്രി 8 മണിയാകുമ്പോൾ പൂട്ടി പോയതാണ്. അപ്പോൾ ഇന്ന് രാവിലെ പണിക്കാരത്തി വന്നപ്പോൾ അവർക്ക് തുറക്കാൻ വേണ്ടിയിട്ട് വാതിൽ തുറക്കാൻ വന്നപ്പോൾ തുറന്നെടുക്കുന്നു. ഗേറ്റും മുന്നിലത്തെ ഡോറും ഒക്കെ തുറന്നെടുക്കുന്നുണ്ട്. അപ്പോൾ അകത്ത് കയറി നോക്കുമ്പോൾ ഒക്കെ തുറന്നെടുക്കുന്നു. അപ്പോൾ മോനെ വിളിച്ച് അപ്പോൾ നോക്കുമ്പോൾ എല്ലാം തുറന്നു പോയി. ഓളെ സ്വർണ്ണമൊക്കെ കുറേ ഉണ്ടായിന്ന് പറഞ്ഞു. 30-35 പവൻ ഉണ്ടായിനെന്ന് പറയുന്നു. പൈസ അധികമില്ല. സ്വർണ്ണമൊക്കെ ഇപ്പം എല്ലാം മുകളിലെ താഴത്തൊക്കെ അലമാരികളൊക്കെ തുറന്നിട്ടിരിക്കുന്നു. ഒരു ഹോസ്പിറ്റലിൽ മോക്ക് ശ്വാസം മുട്ടായിട്ട് മിംസിൽ അഡ്മിറ്റ് ചെയ്താണ്. രാവിലെ ഒരു 7:45 ആകുമ്പോൾ വന്നത്. ഓള് വന്നപ്പോൾ പണിക്കാരത്തി വന്നപ്പോൾ അത് പൊളിച്ചിട്ടിരിക്കുന്നു. ഗേറ്റൊക്കെ തുറന്ന് വെച്ചിരിക്കുന്നു. പൂട്ടിയിട്ട് പോയതേനി. ഗേറ്റൊക്കെ പൂട്ടിയിട്ട് പോയതേനി. ഇവിടെ അടുത്ത് ഒരു പുരയിൽ നടന്നിക്കുന്നു ഇപ്പോൾ കുറച്ചായി. അവിടുന്ന് എന്തോ കുറേ പൈസയൊക്കെ പോയി എന്ന് പറഞ്ഞ് അതിലാളെ CCTVയിൽ ആളെ കാണാൻ കഴിഞ്ഞിരിക്കുന്നു. അതുവരെ പിടിച്ചില്ല. പ്രാഥമികമായിട്ട് ഇന്നലെ രാത്രി 8:30-ക്കും ഇന്ന് രാവിലെ 6 മണിക്കിടയിലെ സമയത്ത് ഫ്രണ്ട് റോഡ് പൊളിച്ചിട്ടല്ല ടിക്കി തുറന്നിട്ടാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് 35 പവനോളം പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അന്വേഷിക്കട്ടെ. നമ്മളെന്തായാലും പോലീസിൻ്റെ കാലാകാലങ്ങളായുള്ള അന്വേഷണ രീതി ഫിംഗർ പ്രിൻറ്റും അതുപോലെ തന്നെ മറ്റുള്ള എമോ ക്രിമിനൽസിനും ജയിൽ റിലീസിനൊക്കെ പരിശോധിക്കുന്നു. അതുപോലെ നമുക്ക് CCTVൻ്റെ എത്രമാത്രം സഹായകരമാവുമെന്ന് നമ്മൾ 5 കിലോമീറ്റർ ദൂരമുള്ള എല്ലാ റോഡുകളിലും നമ്മൾ CCTV പരിശോധിച്ചിട്ട് ഇതിലേക്ക് എന്തെങ്കിലും സഹായം കിട്ടുന്നെങ്കിൽ അത് അന്വേഷണം നടത്തുന്നു. ശരി.